ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ചരിത്രത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ പല രീതിയിലുള്ള മനുഷ്യന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പല രീതിയിൽ മരണപ്പെട്ടവരെ, അപകടങ്ങളിലും മറ്റും മരണപ്പെട്ടവരെ കുറിച്ചും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് ഏറ്റവും നിർഭാഗ്യവാനായ ലോകത്തിലെ മനുഷ്യനെ കുറിച്ചാണ്. നമുക്കെന്തായാലും ആ കഥയിലേക്ക് കടക്കാം. വാൾട്ടർ സമ്മർഫോർഡ്, ചരിത്രത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ മനുഷ്യൻ, ദ മോസ്റ്റ് അൺലക്കി മാൻ ഇൻ ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ആളാണ് വാൾട്ടർ സമ്മർഫോർഡ്. ഇദ്ദേഹം ബ്രിട്ടീഷുകാരനായ ഒരു ആർമി ഓഫീസറായിരുന്നു. 1918 ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബെൽജിയത്തിലായിരുന്നപ്പോൾ ഒരു കുതിരസവാരിക്കിടയിൽ വെച്ച് ഇദ്ദേഹത്തിന് മാരകമായി മിന്നലേറ്റു. ഇതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നുപോയി. തുടർന്ന് ആർമിയിൽ നിന്നും ഇദ്ദേഹം പുറത്താക്കപ്പെട്ടു. കുറച്ച് നാളുകൾക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത ഇദ്ദേഹം കാനഡയിൽ പുതിയ ജീവിതം ആരംഭിച്ചു. കൃത്യം 6 വർഷങ്ങൾക്ക് ശേഷം 1924 ഒരു കുളത്തിൽ വീഴ്ത്തിരിക്കുന്നതിനിടെ ഇദ്ദേഹത്തിന് വീണ്ടും മിന്നലേറ്റു. ഇത്തവണ സമ്മർഫോർഡിന്റെ ശരീരത്തിലെ വലതുഭാഗം തളർന്നുപോയി. എങ്കിലും കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ തളർച്ചയൊക്കെ അതിജീവിച്ച് അദ്ദേഹം ആരോഗ്യവാനായി വീണ്ടും രംഗത്ത് വന്നു. അതിശയകരമെന്ന് പറയട്ടെ, 1930 വീണ്ടും 6 വർഷങ്ങൾക്ക് ശേഷം ഒരു പാർക്കിൽ ഉലാത്തുകയായിരുന്ന സമ്മർഫോർഡിന് വീണ്ടും മാരകമായി മിന്നലേറ്റു. അവശതകൾ കാരണം 1932 അദ്ദേഹം മരണപ്പെട്ടു. കാനഡയിലെ വാൻകോവറിലെ മൗണ്ടർ വ്യൂ എന്ന ഒരു സെമിത്തേരിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 6 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1936 അദ്ദേഹത്തിന്റെ കല്ലറ മിന്നലേറ്റ് പൊട്ടി തകർന്നു. അങ്ങനെ ലോകത്തെ ഏറ്റവും നിർഭാഗ്യവാൻ എന്നറിയപ്പെടുന്ന ആ മനുഷ്യനെ മരണശേഷവും മിന്നൽ വിടാതെ പിന്തുടർന്നു.